കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവെന്ന പരാതിയിൽ കേസെടുത്തു പോലീസ്. കോതിപ്പാലം സ്വദേശി അജിത്തിനാണ് ശസ്ത്രക്രിയ മാറി ചെയ്തത്. ബൈക്ക് അപകടത്തെ തുടർന്ന് അജിത്തിന്റെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. എല്ല് പൊട്ടിയതിനെ തുടർന്ന് ഇട്ട കമ്പി മാറിയെന്നാണ് പരാതി. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നമുക്ക് എന്തായാലും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിൻ്റെ ആംഗിളാണെങ്കിൽ നടപടി ഉണ്ടാവും. അല്ല, അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തോ ഒരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതാണ് അവർ രോഗി പറയുന്നത്. അപ്പോൾ രണ്ടാമത് അവർ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു, രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത്. എങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്തണം. കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഇതിപ്പോൾ നിരവധി തവണയായി ഇപ്പോൾ ഹർഷിന് മുതൽ ഇങ്ങോട്ട് പരാതികൾ കുറേയായി കേൾക്കുന്നു. ഈ അജിത്തിന്റെ പ്രശ്നം എന്താണ്? അജിത്തിനോട് ഡോക്ടർ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കൈവിരലിന് ശസ്ത്രക്രിയ തേടി വന്ന 4 വയസ്സുകാരിയുടെ നാക്കിന് കൂടി ശസ്ത്രക്രിയ നടത്തിയതിന്റെ നാണക്കേട് മാറുന്നതിന് മുൻപാണ് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി ഉയരുന്നത്. അതായത് സാധാരണക്കാരന് ആശ്രയമായ ആശുപത്രിക്കെതിരെ തുടർച്ചയായി ഈ വിധത്തിൽ പരാതി വരുന്നത് ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. ആരോഗ്യരംഗത്തെ സംബന്ധിച്ച് 100% നാണക്കേട് തന്നെയാണ്. ഈ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് അജിത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. ആദ്യം ബീച്ച് ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. കൈയുടെ എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ മറ്റു സ്ഥലങ്ങളിലും പരിക്കുണ്ടായിരുന്നു. ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇന്നലെ ശസ്ത്രക്രിയയും നടത്തി. ഇതിന് ഈ കയ്യിലിടുന്ന എല്ല് പൊട്ടിയതിനെ തുടർന്ന് കയ്യിലിടുന്ന കമ്പി റോഡ് പുറത്തുനിന്ന് വാങ്ങി നൽകിയതാണ്. ശസ്ത്രക്രിയ പൂർത്തിയാക്കി അതിനുശേഷം ഡോക്ടർ പരിശോധിക്കാൻ വന്നപ്പോൾ ഈ കമ്പിയുടെ അളവ് അത് മാറിപ്പോയെന്ന് സംശയിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു എന്നാണ് അജിത്ത് അതുപോലെ കൂട്ടിരിപ്പുകാരായി ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളും പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർ അറിയിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. തുടർന്നാണ് ചികിത്സാ പിഴവിന് കുടുംബം പരാതിയുമായി മുന്നോട്ട് പോയത്. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയതും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ ശസ്ത്രക്രിയ നടത്തിയ വിഭാഗത്തിലെ മുതിർന്ന ഡോക്ടർമാർ, HOD അടക്കമുള്ള ഡോക്ടർമാർ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിക്കുകയും ഈ വിധത്തിലുള്ള പിഴവില്ല എന്ന് അറിയിക്കുകയും ചെയ്തു എന്നുകൂടി കുടുംബം പറയുന്നത്. അതായത് പിഴവ് സംഭവിച്ചു എന്ന് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഇന്നലെ തന്നെ അറിയിച്ചു. പക്ഷേ ആ വിധത്തിൽ പിഴവില്ല, ഡോക്ടർക്ക് ആശയവിനിമയം നടത്തിയ സമയത്ത് വന്ന തെറ്റ് ആകാം, മറ്റു പ്രശ്നങ്ങളില്ല എന്ന് മുതിർന്ന ഡോക്ടർമാർ അറിയിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. അതിൽ നിയമ നടപടിയിലൂടെ മുന്നോട്ട് തന്നെയാണ് അവർ പോകുന്നത്. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ACP തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് ആയതുകൊണ്ട് DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ടതായുണ്ട്. ACP തന്നെ വന്ന് കുടുംബത്തിന്റെ മൊഴിയെടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. പ്രാഥമികമായ അന്വേഷണം നടത്തുന്നു. ആശുപത്രി അധികൃതരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കേണ്ടതുണ്ടെങ്കിൽ ആ വിധത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നൊരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടോ രാഹുൽ? നിലവിൽ ഇത് തന്നെയാണ്. HOD അടക്കമുള്ള ഡോക്ടർമാരാണ് രാവിലെ അവരെ പോയി പരിശോധിച്ചത്. ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഫോണിൽ വിളിച്ചെങ്കിലും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ആശുപത്രിയുടെ ഔദ്യോഗികമായ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ഈ ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ളത്. അതാണ് ആശുപത്രിയുടെ ഒരു. ഞാൻ രാഹുലിലേക്ക് മടങ്ങി വരാം. നമുക്കിപ്പം ഇപ്പോൾ സ്വാതി അജിത്തിന്റെ റിലേറ്റീവ് ആണ്. അവർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സ്വാതി, എന്താണ് ശരിക്കും സംഭവിച്ചത്? ആക്സിഡന്റ് പറ്റുന്നു ശനിയാഴ്ച. അവിടെ നിന്ന് ബീച്ച് ആശുപത്രിയിലേക്കാണ് ആദ്യം പോകുന്നത്. ബീച്ച് ആശുപത്രിയിൽ നിന്ന് എങ്ങനെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് സ്വാതി? ബീച്ചിൽ നിന്ന് റെഫർ ചെയ്തതാണ് മെഡിക്കൽ കോളേജിലേക്ക്. എല്ല് പൊട്ടിയിട്ടുണ്ട്, പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ അഡ്മിറ്റ് ആക്കുക ചെയ്തത്. അഡ്മിറ്റ് ആക്കി. എന്നിട്ട് അപ്പം സർജറി പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. പൊട്ടലുണ്ട് പറഞ്ഞു. ചിലപ്പം സർജറി വേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞ് സർജറി വേണമെന്ന്. പിന്നെ അവിടുന്ന് 4 ദിവസം കഴിഞ്ഞിട്ടാണ് സർജറി വേണമെന്ന് വന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നലെ സർജറിക്ക് ആളെ കൊണ്ടേ സർജറിയുടെ കമ്പി സാധാരണ അവിടെ വരുന്ന ആളുകളോട് വാങ്ങാനാണ് പറയാറ്. അങ്ങനെ നിങ്ങളാണോ വാങ്ങിക്കൊടുത്തത്? അല്ല, ഞങ്ങള് വാങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു കൈമല് കിട്ടുന്നു. അപ്പൊ അവര് പറഞ്ഞു കൈമ തരൂല, ഇത് എന്താണ്
തിയേറ്ററിലേക്ക് പോവുക ചെയ്യുക, അവിടുന്ന് നിങ്ങൾക്ക് അവിടുന്ന് ഒക്കെ ചെയ്യാന്നും പറഞ്ഞു. നിങ്ങൾ വാങ്ങി കൊടുത്തു അങ്ങനെയാണോ? ഒന്നും ഞങ്ങൾ വാങ്ങി ഇൻഷുറൻസ് കാർഡായിട്ട് ഞങ്ങൾ ഈ ഡോക്ടർ തന്ന ഷീറ്റായിട്ട് ഞങ്ങൾ കമ്പീന്റെ അവിടെ പോയി. അവിടെ പോയപ്പോ ഞാൻ വിചാരിച്ച കമ്പി എന്റെ കൈമ തരുന്നു. പക്ഷെ അവര് പറഞ്ഞു കമ്പി നിങ്ങളുടെ കയ്യിൽ തന്നില്ല, നേരെ സർജിക്കൽ വാർഡിലേക്ക് കൊടുത്തു വിട്ടു അല്ലേ? അവിടേക്ക് പോകുന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എന്താണ് പറഞ്ഞത് വന്നിട്ട്? ഡോക്ടർ പറഞ്ഞ എക്സ്റേ എടുക്കണം. എക്സ്റേ അങ്ങനെ വാർഡിലേക്ക് ആക്കിയപ്പോ ഞങ്ങൾ പോയി എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 ഇടയിൽ വന്നിട്ട് ഡോക്ടർ എക്സ്റേ നോക്കി പോയതാണ്. പിന്നെ അവിടുന്ന് ഞാൻ ഒരു 6 മണി 6:45 ആകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് വരിക, എക്സ്റേ എടുക്കുക, നോക്കുക, പിന്നെ എക്സ്റേ കൊടുക്കുക, എക്സ്റേ എടുക്കുക, നോക്കുക, അങ്ങനെ ചെയ്തതിന് ശേഷം 10 മണിക്കാണ് വന്ന് പറയുന്നത് കമ്പി ഇട്ടത് മാറിപ്പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന്, വേഗം എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന്. എന്തുകൊണ്ടാണ് സർജറി വേണമെന്നാ പറഞ്ഞത്? കമ്പി ഇട്ടത് മാറിയെന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ എനിക്കറിയില്ല, അത് അവനെ അജിത്തിനെ അറിയത്തുള്ളൂ. അജിത്ത് ഇപ്പോഴും ഹോസ്പിറ്റലാണോ? അജിത്ത് ഇപ്പോഴും ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജിൽ തന്നെ. അപ്പം ഈ കമ്പി മാറ്റുന്നുണ്ടോ? അതിലെന്താ നിങ്ങൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത്? അതിപ്പം ഡോക്ടർ പറഞ്ഞത് എന്താണ്, അവിടെ ആ കമ്പി ഇട്ട ഭാഗത്ത് ചെറിയൊരു ഹോൾസ് ഉണ്ട്. അത് 3 ആഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ OP തന്നെ അത് റിമൂവ് ചെയ്യുന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇനി സർജറി അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞോ? ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് സർജറി ആ 11 മണിക്ക് തന്നെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞത്. അത് ആ ഡോക്ടർ അടുത്ത് വന്ന പിഴവാണ്. ഡോക്ടർ ഇങ്ങനെ കമ്പി കണ്ടപ്പം ഒരു സംശയം തോന്നിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എക്സ്റേ റിസൾട്ട് കണ്ടപ്പം ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ ആയി, അങ്ങനെയാണോ? അതെ. ഈ സർജറി ചെയ്ത ഡോക്ടർ തന്നെയാണോ എക്സ്റേയും വന്ന് നോക്കിയത്, അതോ വാർഡിൽ ഉണ്ടായിരുന്ന ഡോക്ടറാണോ? അല്ല, മാത്യു പീറ്റർ ആണ് വന്ന് നോക്കിയത്. സർജറി ചെയ്ത ഡോക്ടർ തന്നെ. ശരി, വളരെയധികം നന്ദി സ്വാതി സംസാരിച്ചതിന്. എന്തായാലും ഇതിപ്പം ആദ്യത്തെ സംഭവമല്ല. ഹർഷിന, വിശ്വനാഥൻ, അതിജീവിത, അങ്ങനെ കുറേ കാര്യങ്ങളായി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു കേട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 വയസ്സുകാരിയുടെ കാര്യം നമുക്കറിയാം. വളരെ ആശങ്കയോടെയാണ് നമ്മൾ ആ വാർത്തയൊക്കെ കേട്ടിരുന്നത്. കാരണം 6ാമത്തെ ഒരു ചെറിയ വിരലുണ്ട്, വിരലെന്ന് പോലും പറയാൻ പറ്റില്ല. അത് മാറ്റാൻ വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് വന്നത്. പക്ഷേ കുടുംബത്തിനോട് അനുമതി വാങ്ങാതെ നാവിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധവും പരാതിയും ഒക്കെ ഉയർന്നിട്ടുണ്ട്. ആ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴി എന്തായാലും അന്വേഷണ സംഘം ഉടൻ എടുക്കും. ACP പ്രേമചന്ദ്രൻ നാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് ചേരാനും അന്വേഷണ സംഘം തന്നെയാണ് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബോർഡ് ഡോക്ടറുടെ മൊഴിയെടുക്കാനും തീരുമാനമായിട്ടുണ്ട്.